ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40ാംകുളമാണ്. നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് പറയാനായിട്ടും കൂടെ ഒക്കെ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം, കുട്ടനാട്ടിൽ ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞ് നെൽപ്പാടങ്ങളിൽ കുട്ടനാടൻ കർഷകരുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നാണല്ലോ ഈ പറഞ്ഞ നെല്ലെന്ന് പറയുന്നത്. ഞങ്ങളുടെ അന്നമാണ് കേട്ടോ, ഞങ്ങളുടെ ചോറാണ് ഈ നെല്ല്. കാരണം ഇത് ഇവിടെ കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ കൃഷിയിലെ ഇവിടുത്തെ കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. ഇപ്പം നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ പാടങ്ങളിൽ ഈ നെല്ല് ആണ് കൃഷി ചെയ്യുന്നത്. പിന്നെ കുറച്ച് മറ്റ് ഇടവിളകളൊക്കെ ഉണ്ട്, തെങ്ങ്, വാഴ, കവുങ്ങ്, അതൊക്കെ ഉണ്ട്. പക്ഷെ നെല്ലാണ് നമ്മുടെ പ്രധാന കൃഷി. അപ്പോൾ സംഭവം എന്നാണെന്നറിയാവോ, ഇതിപ്പം കുട്ടനാടൻ കർഷകരെ ഇവിടെയുള്ള മില്ലുടമകളും ഇതിന്റെ ഏജന്റുമാരും ഇടനില നിൽക്കുന്ന ഏജന്റുമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ചൂഷണം ചെയ്യുകയാണ്. ഇപ്പോൾ ശരിക്കും ഈ അവസരങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായി ഇടപെട്ട് കാണുന്നില്ല. കാരണം എന്റെ പാടങ്ങളൊക്കെ കൊയ്തിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 10-12 ദിവസത്തോളമായി നെല്ലിങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കുട്ടനാട്ടിൽ ഒരുപാട് പാടങ്ങൾ നെല്ല് കൊയ്തിട്ടിട്ട് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പൊ കിടക്കുകയാണ്. മഴയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോകും. ഇനി ഒരുപാട് പാടങ്ങൾ കൊയ്യാനുമുണ്ട്. കൊയ്യാനുള്ള പാടങ്ങളല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. കൊയ്തിട്ട പാടങ്ങളിലെ നെല്ല്, നല്ല സുന്ദര നെല്ല്, സ്വർണം പോലെ വിളഞ്ഞു കിടക്കുന്ന നല്ല ഒരു കേടുമില്ലാത്ത നല്ല നെല്ല് എടുത്തുകൊണ്ട് പോകുവാൻ ഈ അഹങ്കാരികളായ മില്ലുടമകൾ തയ്യാറാകുന്നില്ല. ഈ മില്ലുടമകളെ നിലയ്ക്ക് നിർത്തുവാൻ ഇവിടെയുള്ള LDF സർക്കാരും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും ഈ പറഞ്ഞ BJP ഒക്കെ എന്താണ് മുന്നോട്ട് വരാത്തത്? ഇവിടെ രാഷ്ട്രീയം നോക്കരുത് സഹോദരങ്ങളെ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും നമ്മൾ പറയുകയല്ല, ഒരു രാഷ്ട്രീയവും നിങ്ങൾ നോക്കരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടുമുള്ള ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ജനങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കുട്ടനാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടിയൊന്നും ഞാൻ ഒരു കാര്യങ്ങളും ചോദിക്കാറില്ല. ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഈ കുട്ടനാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദമുയർത്തണം. ഇവിടെ രാഷ്ട്രീയം നോക്കരുത്. കോൺഗ്രസ് എന്നോ BJP എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നും നോക്കരുത്. ഈ വീഡിയോ കാണുന്നവര് എന്തിനാ ഇവിടെ കൃഷി ഓഫീസർമാരില്ലേ? ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവരൊക്കെ വെറും ഓഫീസറായിട്ട് ഇരുന്നാൽ മതിയോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ കടമയുണ്ട് കൃഷി ഓഫീസർമാർക്ക്. അതായത് ഇവിടെയൊക്കെ ഇപ്പൊ കൃഷി ഓഫീസർ ഉണ്ട്, പക്ഷെ ഇവിടെ 10 ദിവസം കഴിഞ്ഞ പാടങ്ങളിൽ നെല്ലെടുത്തോണ്ട് പോകാതെ കിടക്കുന്ന എത്ര പാടശേഖരങ്ങളുണ്ടെന്നറിയാവോ? ഇവിടെ കൃഷി ഓഫീസർക്ക് കൃഷി ഓഫീസറുടെ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിറവേറ്റിക്കൂടെ? നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ഒരു പരിപാടിയായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ കൃഷി ഓഫീസർ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കൃഷി ഓഫീസർക്ക് ഒരു നല്ല ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് രാഷ്ട്രീയം, അതായത് ഭരണകക്ഷിയെ നിങ്ങൾ അറിയിക്കണം. അതായത് ഇപ്പം ഭരിക്കുന്നത് LDF ഗവൺമെന്റാണ്. ഇവിടെ ശക്തമായ ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അവരെ അറിയിക്കണം. ഇപ്പൊ ഗവൺമെന്റ് പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞെന്ന് വരത്തില്ല. ഇത് ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തെയൊക്കെ അറിയിക്കണം കാര്യങ്ങൾ. അത് നിങ്ങൾ അതിൽ തടസ്സമൊന്നും നിൽക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇതുപോലുള്ള അനീതിയോ അക്രമമോ അഴിമതിയോ ഒക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, മില്ലുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടനിലക്കാരുണ്ടെങ്കിൽ, ഈ ഇടനിലക്കാരൊക്കെ നല്ല ചൂഷണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മില്ലുടമയായിട്ടൊക്കെ പല മില്ലുടമയായിട്ട് ഈ നെല്ലെടുക്കുന്ന ഏജന്റുമാരുണ്ടല്ലോ, അവരൊക്കെ ഒത്തുകളിക്കുന്നതുകൊണ്ടാണ് നെല്ല് കയറിപ്പോകാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണം. ഇങ്ങനെ നെല്ലെടുക്കാൻ താമസിക്കുന്ന മില്ലുടമയൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം നെല്ലെടുക്കാനായിട്ട് ഈ മില്ലുകളെ ഒന്നും അനുവദിക്കരുത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. അച്യുതാനന്ദൻ സഖാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത് കാണിച്ചു തന്നാണ്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അച്യുതാനന്ദൻ ധീരമായ നിലപാടെടുത്തുകൊണ്ട് അന്ന് കിഴിവൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ നിന്നൊക്കെ ഒരുപാട് നെല്ല് കുറയ്ക്കാനായിട്ടൊക്കെ ഈ മില്ലുടമകൾ നോക്കി. 1 കിലോ പോലും അച്യുതാനന്ദൻ കുറപ്പിച്ചില്ല, അറിയാവോ? അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇവിടെ ഭരിച്ചിരുന്നു. ആ അച്യുതാനന്ദൻ സഖാവൊക്കെ 1 കിലോ പോലും ഇവിടെ കുറപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു നേതാവൊക്കെ നമ്മുടെ നാട്ടിൽ ഭരിച്ചിരുന്നു, മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു LDF ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗവൺമെന്റും LDF ഗവൺമെന്റും ഒക്കെ നല്ലതാണ്. പക്ഷേ
എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ അത് തിക്തഫലം ഉണ്ടാക്കും. അതുകൊണ്ടാണ്, കാരണം ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഇവിടെ കർഷകരാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർഷകനാണ് നമ്മുടെ നാടിന്റെ എല്ലാം. അവരില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, കുറെ സാങ്കേതിക വിദ്യ വളർച്ച ഉണ്ടായിട്ടെന്നോ, യുദ്ധക്കോപ്പുകൾ പടക്കോപ്പുകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടോ വയറ്റിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടാക്കിയിട്ട് കാര്യം എന്താ? എന്ത് വികസനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, കൃഷിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ എന്ത് വികസനം ഉണ്ടായിട്ടും കാര്യമില്ലെന്ന്. കുറെ പടക്കോപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? വയറ്റിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ ചെന്നാലേ കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള ഞാനിപ്പോൾ സംസാരിക്കുന്ന എന്റെ നാടിന് വേണ്ടിയാണ്, കുട്ടനാടൻ കർഷകർക്ക് വേണ്ടിയാണ്. അതായത് ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുക, മൊത്തം കർഷകർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കുട്ടനാടൻ കർഷകരെ രക്ഷിക്കണം. കൊയ്തിരിക്കുന്ന പാടശേഖരങ്ങളിൽ നിന്ന് ഇപ്പം 10 ദിവസത്തിന് മുകളിൽ എത്രയോ പാടശേഖരങ്ങളിൽ നെല്ല് കൊയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് പോകാനുള്ള ഒരു ധീരമായ നടപടികൾ ഇന്ന് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കാണിക്കണം. അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതിന് മുന്നോട്ട് വരണം. ഇവിടെ രാഷ്ട്രീയം നിങ്ങൾ നോക്കരുത്. ഒരു വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതെ കുട്ടനാടൻ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കുക. കുട്ടനാടൻ ജനതയ്ക്ക് വേണ്ടി ആര് മുൻകൈ എടുക്കുന്നോ അവർക്ക് വോട്ട് കിട്ടും. കുട്ടനാടൻ ജനത വോട്ട് ചെയ്യും, അല്ലാത്തവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഇനിയിപ്പം കർഷകരൊക്കെ ഏതാണ്ട് ഒന്നിക്കാൻ പോകുന്ന കാലഘട്ടങ്ങളിലേക്ക് വരികയാണ്. അപ്പം നെല്ലെടുക്കണം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു മഴ വന്നപ്പോഴത്തേന് ഇവിടെ അഹങ്കാരികളായ മില്ലുടമകൾ, ഞാൻ ഒന്നുകൂടെ തർപ്പിച്ച് പറയാം, ഇവിടെ മഴ വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം പിടിച്ച, തലയ്ക്ക് മത്ത് പിടിച്ച വലിയ വലിയ മുതലാളിമാരായ ഈ പറഞ്ഞ മില്ലുടമകൾ നെല്ലെടുക്കാതെ അവരുടെ ധാർഷ്ട്യം കാണിക്കുകയാണ്. അതായത് 3 കിലോ 5 കിലോ 7 കിലോ നെല്ലൊക്കെ കർഷകരുടെ നിന്ന് കിഴിവ് വേണമെന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? കർഷകൻ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ഈ നെല്ല് അവർക്ക് അവർ കൂലി കൊടുത്തിട്ട് വിയർപ്പൊഴുക്കി അതുപോലെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ നെല്ല് ഒരു 3 കിലോ 5 കിലോ 7 കിലോ കിഴിവ് വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. അതൊരിക്കലും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. അത് അനീതിയാണ്, അക്രമമാണ്. അത് ഇവിടുത്തെ കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഈ വഞ്ചനയ്ക്കെതിരെ ഇവിടെയുള്ള കർഷകർ ഒന്നിച്ചുകൊണ്ട് വോട്ട് ചെയ്യും. അതിന് ഈ പറഞ്ഞ ഗവൺമെന്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട നടപടികളൊക്കെ ഒന്ന് എടുക്കണം. കാരണം ഇവിടെ അതിന് പറ്റിയ ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്, LDF സർക്കാരാണ് ഉള്ളത്. പക്ഷെ സർക്കാർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. കാരണം ഈ ഉദ്യോഗസ്ഥരെ അറിയിച്ചാലല്ലേ, കൃഷി ഓഫീസറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചാലല്ലേ ഈ പറയുന്ന മുഖ്യമന്ത്രിയാണേലോ അല്ലെങ്കിൽ മന്ത്രിമാരാണെങ്കിലോ കൃഷിമന്ത്രിയൊക്കെ അറിയുള്ളൂ. പല കാര്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഈ പറഞ്ഞ പാടി ഓഫീസർമാർ, കൃഷി ഓഫീസർമാരൊക്കെ നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ കൃഷിമന്ത്രിയെയൊക്കെ അറിയിച്ച് ഇതിന് വേണ്ട തീരുമാനം സഡൻലി ഉണ്ടാക്കണം. കാരണം ഇത് നശിച്ചു പോകാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഞാൻ വളരെ താഴ്മയോടുകൂടിയൊക്കെ അപേക്ഷിക്കുന്നത്. ചില കാര്യങ്ങളിൽ നമ്മൾ രോഷമായിട്ട് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, കർഷകർക്ക് വേണ്ടിയാണ്. ഞാനൊരു കർഷകനാണ്, കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്, എനിക്കും കൃഷിയുണ്ട്. അതുകൊണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും മതി അല്ലേ? അപ്പോൾ ഇനിയെങ്കിലും ഈ അവസരങ്ങളിലെങ്കിലും ഇവിടെയുള്ള കുട്ടനാട്ടിലെ നെല്ല് കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഞാൻ കള്ളത്തരം പറയല്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. വെളിയനാട്, കുന്നങ്കരി ഈ പ്രദേശങ്ങളിൽ ഉണ്ട്. അത് ഞാൻ പറയാൻ കാര്യം ഇവിടെ കൊയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കുട്ടനാട്ടിലെ വെളിയനാട്, കുന്നങ്കരി പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് 10 ദിവസത്തിന് മുകളിൽ കഴിയുന്ന എത്രയോ പാടശേഖരങ്ങളുണ്ടെന്നറിയാമോ? ഇതൊന്നും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അന്നമാണ്. നിങ്ങൾക്കൊക്കെ ഇത് കിട്ടാതെ വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ആർക്കാണേലും, ഞാനീക്കാണേലും നിങ്ങൾക്കാണേലും ആർക്കാണേലും ഈ അന്നം നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കാൻ പാടാണ്. ഇത് കർഷകരൊക്കെ വിയർപ്പൊഴി ചിന്തി ഉണ്ടാക്കിയതാണ്. അവർക്ക് ന്യായമായ ഇത് കിട്ടണം, വില കിട്ടണം. കൃഷിക്കും ഈ പറഞ്ഞ നെല്ലിനും ന്യായമായ അടിസ്ഥാന വില അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ നെല്ല് യഥാസമയം കൊയ്ത് കഴിഞ്ഞാൽ കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം.
ഇപ്പൊ കൊയ്തിട്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞ 10 ദിവസം കൊയ്തിട്ടിരിക്കുന്ന പാടശേഖരത്തിലെ നെല്ല് കയറുന്നില്ലെങ്കിൽ അതെന്താണ്? ഈ മില്ലുടമകളുടെ അഹങ്കാരമാണ്. പല മില്ലുടമകളും വന്നിച്ച് ഏജന്റുമാരും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയിട്ട് കിഴിവ് 5 കിലോ, കിഴിവ് 7 കിലോ, അവരങ്ങ് പറഞ്ഞേക്കുക. അവർക്കെന്താ മുടക്കെന്താ? എന്നിട്ട് ആ പൈസ അവര് മുക്കുക. ഇത് ശരിക്കും ഗവൺമെന്റ് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവരങ്ങ് മുക്കുവാണ്. ഏതാ 5 കിലോ 7 കിലോ ഒക്കെ മില്ലുകാർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഈ ഏജന്റുമാർ പണിയെടുക്കുന്ന എത്ര ഏജന്റുമാരുണ്ടെന്നറിയാവോ കുട്ടനാട്ടിൽ? പിന്നെ കൊയ്ത്ത് മെഷീന്റെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് മെഷീന്റെ ലഭ്യത കുറവാന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാലത്ത് അത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെ ഒരു 5 കൊല്ലം മുമ്പൊക്കെ മെഷീന് വേണ്ടിയിട്ടൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ അടിക്കുന്നത്. ഇപ്പം കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇതിന്റെ പേരിൽ ഈ ഇടനില നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ പാടശേഖരത്തിന്റെയൊക്കെ ചാർജുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരുമൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ അകത്ത് കൈകടത്തിക്കൊണ്ട് ഈ കൃഷി ഓഫീസറും ഒക്കെ ഒത്തുകൊണ്ട് ഉള്ള കളികളൊക്കെ ഇതിനകത്തൊക്കെ കുറേയൊക്കെ നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ എല്ലാ കൃഷി ഓഫീസർമാരെയും അല്ല ഞാൻ പറയുന്നത്. നല്ല നല്ല ഓഫീസർമാരുണ്ട്, നല്ല ചെറുപ്പക്കാരായ നല്ല സത്യസന്ധരായ ജോലി എടുക്കുന്ന പണിക്ക്. ഞാൻ പറഞ്ഞു വരുന്നതെന്നാന്ന് വെച്ചാൽ, നല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. നല്ല സത്യസന്ധമായി പണിയെടുക്കുന്ന, നല്ല വിശ്വസ്തരായ, ജോലിയോട് കൂറ് കാണിക്കുന്ന, 100% സത്യസന്ധത പുലർത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഒരു സത്യസന്ധതയുമില്ലാത്ത, കള്ളത്തരം കാണിക്കുന്ന, അനീതിക്ക് വേണ്ടിയൊക്കെ കുട ചൂടിക്കൊടുക്കുന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെയുള്ളത് നടക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പാടശേഖരങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല് കെട്ടിക്കിടക്കുമോ? ഇവിടെയുള്ള മില്ലുകാരോടൊക്കെ തക്കതായി നല്ല ശാസന കൊടുക്കണം. അത് പറയാൻ കാരണം ഇത് യഥാസമയങ്ങളിൽ ഇടപെടാത്തത് കൊണ്ടാണ്. എനിക്ക് ഇതുപോലെ പണ്ട് ഇതുപോലെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ പോയി ഇതുപോലെ എൻ്റെ നെല്ല് കയറാതെ വന്നപ്പോൾ 5 ദിവസം 6 ദിവസമായിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കയറാതെ വന്നപ്പോൾ ഞാൻ പോയി ആലപ്പുഴ കളക്ടറെ പോയി കണ്ടു. അന്ന് എനിക്ക് തോന്നുന്നു അനുപമ മാഡമാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അന്ന് അനുപമ മാഡം, അതായത് ആലപ്പുഴ കളക്ടർ, അന്ന് നല്ല കറക്റ്റായിട്ടുള്ള ഉചിതമായ ആ തീരുമാനം സഡൻലി ആ സെക്കൻഡിൽ എടുത്തത് കൊണ്ട് എൻ്റെ നെല്ല് അന്ന് തന്നെ കയറിപ്പോയി. ഞാനൊരു 10 മണിക്ക് ഓഫീസിൽ ചെന്നു, ഈ കളക്ടറേറ്റിൽ ചെന്നു. അവിടുന്ന് ഞാൻ ഒരു പേപ്പറും ഒക്കെ വാങ്ങി 2 കൃഷി ഓഫീസർമാരുടെ കൈ കൊണ്ട് കൊടുത്തു. ഒന്ന് ഞങ്ങളുടെ മെയിൻ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ചമ്പക്കുളത്താണ്. ഒന്ന് ചമ്പക്കുളത്ത് കൊണ്ട് കൊടുത്തു. ഒന്ന് ഞാൻ കൊണ്ടുവന്ന് എവിടെ കൊടുത്തേ, നമ്മുടെ വെളിയനാട് കൃഷി ഓഫീസിൽ കൊണ്ട് കൊടുത്തു. അപ്പം തന്നെ ഉച്ച കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് കൊടുത്തത്. ഒരു 2:30 ആയി കാണും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിൽ ചെന്നു. 2:30 ആയപ്പോൾ ഈ പേപ്പറുമായിട്ട് ഞാൻ തിരിച്ചു വന്നു. കളക്ടർ എനിക്ക് എഴുതി തന്ന പേപ്പറുമായിട്ട് വന്നു. ഞാൻ ഇവിടെ വന്നു. 2:30 ആയപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ കൃഷി ഓഫീസിലും കൊണ്ട് കൊടുത്തു. 2 കൃഷി ഓഫീസർമാരെ ഏൽപ്പിച്ചു. എൻ്റെ 2:30 ആയപ്പം എനിക്ക് ഉത്തരവിട്ടു. അതായത് കൃഷി ഓഫീസർമാർ ഈ പറഞ്ഞ നെല്ലെടുക്കുന്ന ആളിനെ വിളിച്ചിട്ട് തക്കതായ താക്കീത് കൊടുത്തു. പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് നടപടിയെടുക്കും നിങ്ങൾക്കെതിരെ. എന്തുപറ്റി? ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ നെല്ല് കയറി പോകാനായിട്ട് ഇടവന്നു. അതിനെതിരെ കളിക്കാൻ പോയ 1-2 പേർക്കും തക്കതായ താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ നെല്ലെടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരമൊക്കെ പോയി കളക്ടറെയൊക്കെ പോയി കണ്ട് കാര്യം സാധിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ പാടശേഖരത്തിലെ 1-2 പേര് അവരുടെ നെല്ല് കാരണമെന്നും പറഞ്ഞ് കിടന്ന് കളിച്ചു. ഓർക്കണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പോയി പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവരുടെ നെല്ല് കാരണമെന്നും പറഞ്ഞു. അവരുടെയൊക്കെ കരയ്ക്ക് കയറി സേഫായിട്ടിരിക്കുന്ന, കരയ്ക്ക് എൻ്റെ കണ്ടെത്തി കിടക്കുന്ന അവിടെ കിടന്നു കഴിഞ്ഞാൽ കൃഷി നശിച്ചു പോകും. എൻ്റെ 5 ഏക്കർ നിലത്തിലെ ഞാൻ എങ്ങനെ വാരിക്കയറ്റും? ഒരു 2 പറ 5 പറക്കാരൊക്കെ വാരിക്കയറ്റാൻ എളുപ്പമോ? അവരൊക്കെ കരയ്ക്ക് കയറ്റി സേഫായിട്ടിരിക്കുക. അപ്പം വണ്ടി വന്നപ്പോൾ അവരുടെ കയറ്റണമെന്നും പറഞ്ഞു. അപ്പം തന്നെ കളക്ടറും ഇടപെട്ടു, അതുപോലെ തന്നെ പോലീസും ഇടപെട്ടു. ധീരമായ നിലപാട്. അതേ പറഞ്ഞാൽ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ കാര്യത്തിന് നടപ്പാവും. അപ്പോഴും എൻ്റെ കാര്യം അവിടെ ആ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് തീരുമാനമായി. ഓർഡർ ഇട്ട് എൻ്റെ നെല്ല് കയറിപ്പോട്ടെ, കരയ്ക്കിരിക്കുന്ന നെല്ല് അവിടെ ഇരിക്കട്ടെ, കണ്ടെത്തി കിടക്കുന്ന നശിക്കാൻ പോകുന്ന നെല്ല് കയറിപ്പോട്ടെ. നല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നല്ല പോലീസുകാരും നമ്മുടെ നാട്ടിലുണ്ടേ. എല്ലാ പോലീസുകാരും മോശമെന്ന് പറയരുത്. ഒരുപാട് പോലീസുകാർ ചിലപ്പോൾ ഒരുപക്ഷെ മോശം ഉണ്ടാവും. പക്ഷെ നല്ല പോലീസുകാരും നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ കളക്ടർ, ഞാൻ ആ കളക്ടറെ എപ്പോഴും ഞാൻ മരണം വരെ ഓർക്കും. കാരണം അവരുടെ ധീരമായ നിലപാട്. ഒരു സ്ത്രീയാണ് അവർ, പക്ഷേ നല്ല ആണുങ്ങളെക്കാളും ഒക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു ലേഡിയായിരുന്നു ആ കളക്ടർ ആലപ്പുഴ. അനുപമ മാഡം ആണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കൊക്കെ ഞാൻ എന്നും ബിഗ് സല്യൂട്ട്, എൻ്റെ മരണം വരെ ഞാൻ അവരെ ഓർക്കും. കാരണം അന്നത്തെ തീരുമാനം എനിക്ക് പെട്ടെന്ന് അവർ കാര്യങ്ങൾ സാധിച്ചു തന്നു. പിന്നെ ഇതുപോലെയൊക്കെയുള്ള ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള ഗവൺമെൻറ്
ഇതുപോലെ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരെ കാണാറുണ്ട്. ചിലർക്ക് ഞാൻ അനുകൂലമായിട്ട് നന്നായിട്ട് സംസാരിക്കും. കാരണം എന്താ വെച്ചാൽ കണ്ട കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുന്ന ആളാണ്. മോശം കണ്ടാൽ ഞാൻ അന്നേരം ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്യും, ഇനിയും ചെയ്യും. നല്ലത് പറയും, നല്ലതാണ്. മോശം കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്ന് ഞാനത് വീഡിയോ ചെയ്യും. എനിക്ക് പിന്നീട് തിക്താനുഭവം ഉണ്ടായാൽ പിന്നീട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. നല്ലവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നാടിന് നന്മയുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അനീതി ചെയ്യാത്ത, അക്രമം ചെയ്യാത്ത, നന്മ കാണിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ അവരെ നമ്മൾ താത്ത് കെട്ടി അവരെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നന്മ ചെയ്യുന്നവരുടെ നന്മ അവർ ചവിട്ടി താത്തുകൊണ്ട് തിന്മയ്ക്കാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രാധാന്യം കൂടുതൽ കിട്ടുക. അവർ വലിയ ഹീറോ ആയി മാറും, നന്മ ചെയ്യുന്നവരൊക്കെ ഒന്നും അല്ലാതായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ എൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഞാൻ ഒരുപാട് സംസാരിച്ച് പോയതാണ് കേട്ടോ. കാണുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചു പോകും. അപ്പോൾ എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി, എന്നെയായിട്ട് അടുപ്പമുള്ളവർക്ക് വേണ്ടി, പിന്നെ കുട്ടനാടൻ കർഷകർക്ക് വേണ്ടി ഞാനിപ്പോൾ സംസാരിച്ച മുഴുവൻ അവർക്ക് വേണ്ടി കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പോലും തുറന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. കാണുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ആദ്യമേ എൻ്റെ വീഡിയോയിൽ വന്ന എന്താണ്, വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു താറാവ് കൂട്ടം പോയപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം, എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ഒന്ന് കാണട്ടെ എന്ന് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടിലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു. കാരണം ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, കുട്ടനാടൻ കർഷകരുടെ വേദനകൾ, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ ചങ്കുകളാണ് അവരൊക്കെ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാനും കൂടെ കൂടി വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ. ഞാനൊരു ചാനൽ, യൂട്യൂബർ എന്നുള്ള രീതിയിൽ, വ്ളോഗർ എന്നുള്ള രീതിയിൽ എനിക്ക് കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇനി ഇതുപോലെയൊക്കെയുള്ള ആരൊക്കെങ്കിലുമൊക്കെയുള്ള ഇതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്നെ സമീപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ നാവായിട്ട് ഞാൻ മാറാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ശബ്ദം ഉയർത്താം. അധികാരികളിൽ നമുക്ക് എത്തിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം, നമ്മുടെ നാടുകൾ നടക്കണം, കാര്യങ്ങൾ നടക്കണം. നാട് നന്മയിലേക്ക് പോകണം. കുട്ടനാട്, എൻ്റെ നാട് നല്ലതിലേക്ക് പോകണം. എൻ്റെ നാട് വെളിയനാട് നന്മയിലേക്ക് പോകണം. നല്ല ആൾക്കാർ ഇവിടെ ഒരുപാട് നല്ല ഭരണകർത്താക്കളുണ്ട്, നല്ല മെമ്പർമാരുണ്ട്, നല്ല പഞ്ചായത്ത് ഭരണമാണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ നടക്കുന്ന, അതായത് ഇപ്പം തുടർച്ചയായിട്ടുള്ള ഭരണമാണ് എൻ്റെ LDF ഭരണമാണ് എൻ്റെ പഞ്ചായത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പം തുടർച്ചയായിട്ട് 2 LDF സർക്കാർ വന്നല്ലോ. ഇനി 3ാം ഭരണവും വരാൻ പോകുന്നു LDFൻ്റെ. കാരണം നല്ലത് ചെയ്താൽ നല്ലത് ആണെന്ന് ജനങ്ങൾ പറയും. അപ്പോൾ ജിജോ, അപ്പോൾ പോയിട്ടോ. അപ്പം 3ാം ഭരണം വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം നന്മകൾ കണ്ടാൽ, ഇപ്പം എല്ലാ മനുഷ്യരും 100% പെർഫെക്റ്റ് ആണെന്നൊന്നും പറയില്ല. ഇതിലൊക്കെ അപാകതകൾ സംഭവിക്കാം. ചെയ്യുമ്പം പലതര തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കാം. പലപ്പോഴും നമ്മുടെ സമൂഹം എന്താ കാണുന്നത്, ചെറിയ തെറ്റുകൾ അങ്ങോട്ട് പൊക്കി കാണിക്കും. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അതങ്ങ് പൊക്കി കാണിക്കും. ഒരു 100 നന്മകൾ ചെയ്തത് കാണത്തില്ല. ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അതങ്ങ് ഉയർത്തി കാണിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. മഞ്ഞപ്പത്തുള്ളവനെല്ലാം മഞ്ഞെന്ന് പറയുന്ന പോലെ, കാണുന്നതെല്ലാം മഞ്ഞയെന്ന് കാണുന്ന പോലെ, ഒരു തെറ്റെങ്ങാനും അഥവാ ഒന്ന് സംഭവിച്ചു പോയാൽ അതെടുത്ത് അങ്ങോട്ട് കാണിക്കും. അപ്പം 99 നന്മ 100 നന്മ കാണാതെ പോകും. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല, നമ്മുടെ നാട്ടിൽ കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ സർക്കാർ, LDF സർക്കാരൊക്കെ എന്തേരം നന്മകൾ നമ്മുടെ നാട്ടിൽ ചെയ്തില്ലേ? അന്ന് നാട് നശിച്ച് ലോകം മുഴുവൻ, എന്തിന് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോലും തകർന്ന് തരിപ്പണമായി ഒരുപാട് മരണം സംഭവിച്ച സമയത്ത് നമ്മുടെ നാട്ടിൽ കൈപിടിച്ചുയർത്തിയ ഒരു നേതാവാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി. അവരൊക്കെ, അതായത് ഞാൻ ഓർക്കുകയാണ്, ശൈലജ ടീച്ചറൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടിക്കൊണ്ട് എന്നും വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തി ധീരമായ നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. അതുകൊണ്ടാണ് 2ാം ഭരണവും വന്നത്, ഇനിയിപ്പോൾ 3ാം ഭരണവും വരുന്നത്. പിന്നെ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നില്ലേ? അപ്പം പറയും ഗവൺമെൻറ്റിന് തരേണ്ടതെന്ന് ഞങ്ങളുടെ ആനുകൂല്യമാണ്. ശരിയാ, ഇതിനു മുമ്പ് പലരും ഭരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തിയെ കിട്ടാഞ്ഞത്? 600 രൂപയെ കിടന്ന സാധനമൊക്കെ ഇന്നിപ്പോൾ 2000 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ശരിയല്ലേ? അമ്മമാർക്ക്, വീട്ടിലെ സ്ത്രീകൾക്ക് എല്ലാം കിട്ടുന്നില്ലേ? നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാതെ പോകരുത്. കണ്ണടച്ചിട്ട് പൂച്ച പാല് കുടിക്കുന്ന കണക്ക് ഒന്നും ഞാൻ അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന ആ ഗതിയിലേക്ക് പോകരുത്. കണ്ടത് നല്ലത് കണ്ടാൽ നല്ലതാണെന്നങ്ങ് പറ, നല്ലതാണെന്നങ്ങ് പറ. അത് ചെയ്യേ. നമ്മളെല്ലാം, ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, തിന്മ കണ്ടാൽ തിന്മ മാത്രം പറയാനായിട്ട് നോക്കും. അപ്പോൾ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞാൻ വരാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ
ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാവുന്നതാണ്. അടുത്ത ദിവസം വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.